നമ്മളൊരു ലൈഫ് പാർട്ട്ണറെ തിരഞ്ഞെടുക്കുമ്പോൾ അറേഞ്ച്ഡ് മാരേജ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മളിങ്ങനെ വളരെ പല കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ച് ആയിരിക്കും നമ്മളൊന്ന് തീരുമാനമെടുക്കുക. എന്നാൽ ലവ് മാരേജിലേക്ക് ഒരു പ്രണയത്തിലേക്ക് പെട്ടു പോകുമ്പോൾ ആ പ്രണയത്തിന് നമുക്കിഷ്ടപ്പെടാൻ അല്ലെങ്കിൽ പ്രണയത്തിലേക്ക് പോകാൻ കുറച്ച് ഫാക്ടേഴ്സൊക്കെ ഉണ്ടാവും. ആ ആളോട് ഇഷ്ടം തോന്നുന്നതല്ലേ. നമ്മളൊരു പാർട്ട്ണറെ തിരഞ്ഞെടുക്കുമ്പോൾ അത് ഇമോഷണലായിട്ട് മാത്രമാവരുത്. അതിനു മുമ്പ് നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്നുള്ളതിനെ പറ്റി വ്യക്തമായൊരു ധാരണ ഉണ്ടാവണം. എനിക്കെന്താവണം, അതുപോലെ തന്നെ എൻ്റെ പാർട്ട്ണറിൽ എനിക്ക് എന്താണ് ആവശ്യം, ഞങ്ങൾക്ക് ഒന്നിച്ചുള്ള ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങൾക്ക് എന്താണ് അച്ചീവ് ചെയ്യേണ്ടത്, ഇങ്ങനെ ഒരു വ്യക്തമായൊരു ധാരണ ഉണ്ടാവണം. പ്രണയത്തിൻ്റെ ഒരു ഇമോഷണൽ സൈഡിൽ മാത്രം നിന്നുകൊണ്ട് ലൈഫ് പാർട്ട്ണറെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ജീവിച്ച് കഴിയുമ്പോൾ ഈ പ്രണയത്തിന് കണ്ടില്ലെന്നൊക്കെ പറയാറില്ല, പക്ഷെ ജീവിച്ച് കഴിയുമ്പോഴാണ് ഈ നമുക്ക് നമ്മുടെ കാഴ്ചപ്പാടുകൾ, പെരുമാറ്റങ്ങൾ, വിശ്വാസങ്ങൾ, ലൈഫ് സ്റ്റൈലൊക്കെ കൂട്ടിമുട്ടുമ്പോൾ ഭയങ്കര കോൺഫ്ലിക്റ്റ് ഉണ്ടാവും. തീർച്ചയായിട്ടും ഒരു ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ് ഈ ലവ് മാരേജ് എന്നുള്ളത്. കാര്യം പറഞ്ഞാൽ ലവ് മാരേജ് ഉണ്ടാവും നേരത്തെ അറിയാം, പക്ഷേ കല്യാണം കഴിഞ്ഞ് കുറച്ച് നാൾ കഴിയുമ്പോഴാണ് പ്രശ്നങ്ങളൊക്കെ അധികവും വരുന്നത്. പലരുടെയും ഞാൻ ആരെയും കുറ്റം പറയണില്ല. ആരും പ്രണയിച്ച ചിലർക്ക് അത് ദേഷ്യപ്പെടാൻ സാധ്യതയാണ്. ചെറുപ്പത്തിൽ അതായത് അതായത് ഇപ്പോൾ കാണാറില്ലല്ലേ എന്നെ പാട്ട് ഡിന്നർ റിഹേഴ്സൽ കൊച്ചു പിള്ളേരൊക്കെ വരുന്നു, കല്യാണം കഴിച്ചിട്ട് പോകണം എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അവരുടെയൊക്കെ ആണെങ്കിൽ എടുത്ത് നോക്കുകയാണെങ്കിലും കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മാസമൊക്കെ രീതി BGM ഒക്കെ ഇടും. പക്ഷേ റിയൽ ലൈഫ് അല്ല റിയൽ ലൈഫ്. കുറച്ച് കഴിയുമ്പോഴാണ് ഏറ്റവും ബുദ്ധിമുട്ടുകളൊക്കെ വരുന്നത്. അത് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ സിംഗിളായിട്ട് ഇരുന്നാൽ തന്നെയും ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. മെയിനായിട്ട് പറഞ്ഞു വരുന്നത് മണിയാണ്, അതായത് സാമ്പത്തിക ഭദ്രത. അതില്ലെങ്കിൽ പൊന്നു മോനെ മൂഞ്ചും. അത് സിംഗിൾ ലൈഫ് ആയിക്കോട്ടെ, മാരീഡ് ലൈഫ് ആയിക്കോട്ടെ, അത് മിംഗിളായിട്ടുള്ള ലൈഫ് ആയിക്കോട്ടെ. അപ്പോൾ മെയിനായിട്ട് അത് സിംഗിൾ ലൈഫിന് അത്ര ഒരുവിധമൊക്കെ അവർ അഡ്ജസ്റ്റ് ചെയ്യും. പക്ഷേ മാരീഡ്സിനൊക്കെ വരുമ്പോൾ, അതായത് കപ്പിൾസായിട്ട് കല്യാണം കഴിഞ്ഞ് ജീവിച്ചു തുടങ്ങുമ്പോഴാണ് സാമ്പത്തികം ഏറ്റവും കൂടുതലായിട്ട് വരുന്നത്. മക്കളുടെ പഠന ചിലവ്, കുടുംബത്തിലെ ഓരോ ചിലവുകൾ, അത് മറ്റത് മറിച്ചത്, ഫീസ്, ഇപ്പോൾ വർദ്ധിച്ചു വരുന്ന വിലക്കയറ്റമുള്ള സാധനങ്ങളാണ്. വിലക്കയറിക്കൊണ്ടിരിക്കുക. നമ്മൾ 10 കൊല്ലം കണ്ട ഒരു പ്രൊഡക്റ്റിൻ്റെ വിലയായി 10 കൊല്ലങ്ങൾക്ക് മുമ്പ് കണ്ട ഒരു പ്രൊഡക്റ്റിൻ്റെ വിലയല്ല 10 കൊല്ലം കഴിഞ്ഞിട്ടുള്ള പ്രൊഡക്റ്റിൻ്റെ വില. അപ്പോൾ ആ മാതിരി സാമ്പത്തികം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും താഴോട്ട് പോകണില്ല, മുകളിലേക്ക് പോവുക. അപ്പോൾ ഒരു സാമ്പത്തികം ഒരു ഇമ്പോർട്ടൻ്റ് ഘടകമാണ്. അതാദ്യം മനസ്സിലാക്കിയിട്ട് എന്തൊക്കെ ചെയ്യാമെന്ന് ചിന്തിച്ചിട്ട് വേണം ലവ് മാരേജിലേക്ക് കിടക്കാൻ. അറേഞ്ച് മാരേജൊക്കെ ആകുമ്പോൾ ഇന്ന ജോലിയൊക്കെ ഉണ്ടെന്ന് കറക്റ്റ് രീതിയിൽ അറിയും. പിന്നെ പൊരുത്തക്കേട്, അത് കല്യാണം കഴിഞ്ഞ് നമ്മൾ ഒറ്റയടിക്കൊന്നും നമ്മൾ പ്രേമിക്കാനൊന്നും പോകില്ല. വിവാഹശേഷവും പ്രണയിക്കാം. നമുക്ക് സ്വന്തമായിട്ടൊരു സാമ്പത്തിക ഭദ്രത, സ്വന്തം തൊഴിൽ, അതാണ് മെയിനായിട്ട് വേണ്ടത്.